ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയ ഒരു കൺഫ്യൂഷൻ മാറ്റാം. ഈസി ആൻഡ് സിമ്പിൾ, ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് സെയിം തന്നെ ആണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഈ രണ്ട് വാക്കുകളുടെയും മീനിങ് ഡിഫറൻ്റ് ആണ്. ഈസി ഉപയോഗിക്കുന്നത് നോട്ട് ഡിഫിക്കൽട്ട് എന്ന അർത്ഥത്തിലാണ്, ബുദ്ധിമുട്ട് ഇല്ലാത്തത്. ദാറ്റ് റിക്വയേഴ്സ് ലിറ്റിൽ എഫേർട്ട്, ഒരു പ്രയത്നവും ആവശ്യം ഇല്ലാത്തത്. സിമ്പിൾ ആണെങ്കിൽ അതല്ല മീനിങ്, സങ്കീർണമല്ലാത്തത്, അൺകോംപ്ലിക്കേറ്റഡ്. അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇപ്പോൾ ആകെ കൺഫ്യൂഷനായോ? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വളരെ ഈസി ആയിട്ട് സിമ്പിൾ അതുപോലെ ഈസി എങ്ങനെ ഉപയോഗിക്കും എന്ന് നമുക്ക് എക്സാമ്പിളിൽ കൂടി തന്നെ മനസ്സിലാക്കാം. ദിസ് പസിൽ ഈസ് ഈസി ടു സോൾവ്. ഈ പസിൽ സോൾവ് ചെയ്യാൻ ഈസിയാണ് എന്ന്. അതിനർത്ഥം ഇറ്റ് ഡസൻറ്റ് റിക്വയർ മച്ച് എഫേർട്ട്. അതിന് എഫേർട്ടൊന്നും, അതിന് പ്രയത്നം ഒന്നും ആവശ്യമില്ല. ദ എക്സാം വാസ് ഈസി. ഐ ഫിനിഷ്ഡ് ഇറ്റ് ഇൻ 10 minutes. എക്സാം വളരെ ഈസി ആയിരുന്നു, ഞാനത് 10 minutes കൊണ്ട് തന്നെ തീർത്തു എന്നാണ്. അതിൻ്റെ മീനിങ് ആ എക്സാം വളരെ എളുപ്പമായിരുന്നു, അതിന് ഒരു എഫേർട്ടും ആവശ്യമുണ്ടായിരുന്നില്ല, അത് ഒട്ടും ചലഞ്ചിങ് ആയിരുന്നില്ല. ദ ഈസി വേ ടു ഗെറ്റ് ദർ ഈസ് ബൈ കാർ. അവിടെ എത്താൻ എളുപ്പമായ വഴി കാറിൽ പോകുന്നതാണ്. അതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ഇനി സിമ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ, ജസ്റ്റ് റീസ്റ്റാർട്ട് ദ സിസ്റ്റം. അതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയേ വേണ്ടൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഒന്ന് കേടായി കഴിഞ്ഞാൽ അത് നന്നാക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് അതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ, ജസ്റ്റ് റീസ്റ്റാർട്ട് ദ സിസ്റ്റം. അത് റീസ്റ്റാർട്ട് ചെയ്യുകയേ വേണ്ടൂ, അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് റീസ്റ്റാർട്ട് ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഒരു കാര്യം ചെയ്യേ വേണ്ടൂ, അതെന്താണ്? റീസ്റ്റാർട്ടിങ് ദ സിസ്റ്റം. അപ്പോൾ അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല. ദ സിമ്പിൾ റെസിപ്പി റിക്വയേഴ്സ് ഓൺലി 3 ingredients. നോക്കൂ, ദ സിമ്പിൾ റെസിപ്പി ഒരു റെസിപ്പിയെ പറ്റി പറയുകയാണ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് 3 ingredients മാത്രമേ ആവശ്യമുള്ളൂ, 3 ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ അത്തരം ഒരു റെസിപ്പി ചെയ്യാൻ. അത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, ഒട്ടും സങ്കീർണമായ ഒരു കാര്യം അല്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈസി അതുപോലെ സിമ്പിൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. ദ ഈസി റൂട്ട് ഈസ് ത്രൂ ദ പാർക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പാർക്കിൽ കൂടി പോകുന്നതാണ് ഈസി ആയിട്ടുള്ള വഴി. ദ സിമ്പിൾ റൂട്ട് ഈസ് ബെറ്റർ, ജസ്റ്റ് ഫോളോ ദ സൈൻസ്. ഇവിടെ റൂട്ടിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അവിടെ സിമ്പിൾ എന്നാണ് ഉപയോഗിച്ചത്. അതിന് കാരണം അവിടെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് അത്. അവിടെ സിമ്പിൾ എന്നുപയോഗിച്ചു. സിമ്പിൾ ആൻഡ് ഈസി ഇത് രണ്ടും ഒരു സെൻറ്റൻസിൽ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ദ ടീച്ചേഴ്സ് സിമ്പിൾ എക്സ്പ്ലനേഷൻസ് മെയ്ഡ് ദ കോംപ്ലക്സ് ടോപ്പിക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ടീച്ചർ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട്, ടീച്ചറുടെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്ക് പോലും ഈസി ആയിട്ട് മാറി. അത് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരുന്നു എന്നർത്ഥം. സിമ്പിളായിട്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എളുപ്പമായി. വേറൊരു സെൻറ്റൻസ്, ഷീ എക്സ്പ്ലെയിൻഡ് ദ കോൺസെപ്റ്റ് ഇൻ എ സിമ്പിൾ വേ മേക്കിംഗ് ഇറ്റ് ഈസി ടു ഗ്രാസ്പ്. വളരെ സിമ്പിൾ വേയിൽ കൂടിയാണ് ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം അവൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? മേക്കിംഗ് ഇറ്റ് ഈസി ടു ഗ്രാസ്പ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമായി. ഈസി ആൻഡ് സിമ്പിൾ ഇതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഈസി ഈസ് എബൌട്ട് എഫേർട്ട്, സിമ്പിൾ ഈസ് എബൌട്ട് കോംപ്ലക്സിറ്റി.